ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ടൈം ലേഡി ഡിസൈൻസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കും എനിക്കൊക്കെ ഒരു വ്യത്യസ്തത തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിൻ സിസ്റ്റർ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്ലോത്താണ്. ആ ക്ലോത്തിൽ അവർ ആൾറെഡി ഇങ്ങനെ ഒരു ലേസ് വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഞാനൊരു വർക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള 3 കളർ ത്രെഡും അതുപോലെ പിന്നെ ഈ ഒരു സ്റ്റോണും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് കേട്ടോ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് നല്ല ടെൻഷനുള്ള ഒരു സംഭവമാണിത്. ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടില്ല ഈ ഒരു വർക്ക്, ഇങ്ങനൊരു വർക്ക് എന്ന് തന്നെ പറയാം കേട്ടോ. സാധാരണ കസ്റ്റമേഴ്സ് നമുക്ക് ഓർഡർ തരുമ്പോൾ എന്തെങ്കിലും വർക്കിൻ്റെ റെഫറൻസ് പിക്കോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും കേട്ടോ. സിസ്റ്റർ എന്നോട് എൻ്റെ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ആയാലും വിഷയമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ടെൻഷനാണ് കേട്ടോ. എന്ത് ചെയ്താലാണ് അവർക്ക് ഓക്കെ ആവുക എന്നുള്ളതൊക്കെ എനിക്ക് നല്ല ടെൻഷൻ അടിച്ച് ചെയ്ത വർക്ക് തന്നെയാണ്. ഞാൻ ഇന്ന് വരെ ഇത്രത്തോളം ടെൻഷൻ അടിച്ച് ചെയ്തൊരു വർക്കില്ല എന്ന് തന്നെ പറയാം. ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ഒരു ദിവസം തന്നെ ഞാനിതെൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, ഒരുപാട് സെർച്ചിങ് നടത്തിയിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ അവർക്കൊട്ടും ടൈമും ഉണ്ടായിരുന്നില്ല. ആകെ 2 to 3 ഡേയ്സിനുള്ളിൽ എനിക്കിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ കുറേ ഞാൻ ആലോചിച്ചിരിക്കാനുള്ള ടൈമും ഇല്ല. പിന്നെ ഞാൻ എൻ്റെ ഇളച്ചിനോടും ഹസ്ബൻഡിനോട് വരെ ഞാൻ ചോദിച്ചിട്ടോ എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളത്. അവർ ചെറിയ ഈ ത്രെഡ് വർക്കും പിന്നെ അതുപോലെ ബീഡ്സ് വർക്ക് പിന്നെ ആ സ്റ്റോണൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തോളാം, അത് ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു 3 വലിയ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലവേഴ്സിൻ്റെ നടുവിലായിട്ട് നമുക്ക് ചെറിയൊരു ഫ്ലവേഴ്സ് കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു ത്രെഡ് വെച്ചിട്ട്. കാരണം ഇത് ലേസും തന്നെ ഡിസോർഡേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓരോ ഫ്ലവേഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലവേഴ്സിൻ്റെ ഒരു ഫില്ലിങ്സ് ഇല്ലാതെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വർക്ക് ചെയ്താലും ആ ഒരു വർക്കിൻ്റെ ഒരു ഭംഗി പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തൊക്കെ ആയാലും ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഇതിൽ. പക്ഷേ ഇത് ഞാൻ ചെയ്യുമ്പോൾ പോലും 2-3 ഫ്ലവേഴ്സ് വെച്ച് നോക്കിയിട്ട് ഓക്കെ അല്ലായിട്ട് വീണ്ടും അയച്ച് മാറ്റി വീണ്ടും ചെയ്ത് അങ്ങനെ ഒരുപാട് ടൈം അതിൽ തന്നെ എനിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ അധികവും ലാസ്റ്റ് ഫൈനൽ ലുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല കേട്ടോ. കാരണം അതൊക്കെ ഞാൻ വീണ്ടും മാറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് ഓരോന്ന് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ നോക്കും, എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടായിരുന്നില്ല വർക്ക്. സാധാരണ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഹസ്ബൻഡിനോടും അതുപോലെ എളിച്ചിനോടൊക്കെ ചോദിക്കട്ടോ ഓക്കെ ആണോ, ഭംഗിയുണ്ടോ എന്നൊക്കെ. പക്ഷേ അവരാരും ഇതിന് എനിക്ക് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ. കാരണം പിന്നെ ഞാൻ വീണ്ടും മാറ്റി അങ്ങനെ പല പരീക്ഷണങ്ങളും ഞാൻ ഈ ഒരു ലേസിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കസിനും തന്നെ ആദ്യമായിട്ട് തരുന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. അതെനിക്ക് ഇത്ര വലിയൊരു പെട്ടിൻ്റെ പണിയാണെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയുന്നായിരുന്നില്ല. എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഈ ഒരു 3 ഫ്ലവേഴ്സിൽ നടുവിലായിട്ട് ഇങ്ങനെ ഒരു ഫ്ലവേഴ്സ് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഡാർക്ക് ബ്ലൂ ആണ് അവരുടെ ഷാളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നമ്മൾ സ്ലീവിലാണ് കേട്ടോ ചെയ്യുന്നത്, 2 സ്ലീവിലാണ് വരുന്നത്. ഇതിൻ്റെ ഷാളിൻ്റെ കളറാണ് ബ്ലൂ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലൂ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി വലിയ ഫ്ലവേഴ്സും ചെറിയ ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ലുക്കാക്കി കിട്ടിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ 2 സ്റ്റോൺ എവിടെ വെക്കണം എന്നുള്ളതൊക്കെ ഭയങ്കര സംശയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നോക്കി എങ്ങനെ എവിടെ സ്റ്റോൺ വെക്കണം എന്നുള്ളത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ. ആ ഉള്ളിൽ ആൾറെഡി ഫിക്സ്ഡ് ആണ് എല്ലാ വർക്കുകളും ത്രെഡ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നടുവിൽ 3 ഫ്ലവേഴ്സ് സെയിം ഡിസൈനും അതുപോലെ മുകളിലുള്ള 2 ഫ്ലവേഴ്സ് വേറെ ഡിസൈനുമാണ്. അപ്പോൾ ആ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഈ സ്റ്റോൺ വെച്ച് കൊടുത്ത് അതിൻ്റെ ചുറ്റുമായിട്ട് ഞാൻ ഇതുപോലെ ഫ്രഞ്ച് നോട്ടൊക്കെ കൊടുത്തിട്ട് അന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അത് കഴിഞ്ഞ് വൈറ്റ് പേൾ വെച്ചിട്ട് സിൽവർ ആയിട്ടുള്ള ചെറിയ പേൾ കൊണ്ട് സർക്കിൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഒരുപാട് അയച്ചുപണികൾക്കൊടുവിലാണ് കേട്ടോ ഈ ഒരു മോഡൽ ഞാൻ ഫിക്സ് ആക്കിയിട്ടുള്ളത്. അവസാനമായിട്ട് ഞാൻ എൻ്റെ കസിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അവർ ഓക്കെ ആണോ എന്ന് അറിയാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഞാനിത് അയച്ചു മാറ്റാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തത്. പക്ഷേ അവരെന്നെ ഞെട്ടിച്ചുകൊണ്ട് അവർ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സംസാരിക്കുന്നതിനിടയിലൂടെ ഇവിടെ ഒരാൾ ഓരോ സൗണ്ട് ഉണ്ടാക്കി എന്നെ ഡിസ്റ്റർബ് ചെയ്യാണ് കേട്ടോ. അതൊന്നും നിങ്ങൾ മെയിൻറ്റ് ചെയ്യണ്ട. നിങ്ങൾ ഏതായാലും ഈ വർക്കൊന്ന് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത്. ഇത്രയും നാളത്തെ എൻ്റെ ഡിസൈനിങ് യാത്രക്കിടയിൽ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടും അതുപോലെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആവാത്തൊരു വർക്ക് ഇന്ന് വരെ ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു 100% സാറ്റിസ്ഫൈഡ് അല്ല കേട്ടോ. എന്നാലും ആൾക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിമേ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ.